നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 13-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 30-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്ന വിശാഖം നക്ഷത്രമാണ്. ഉദയ നക്ഷത്രം വിശാഖം. വിശാഖം നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ ശരിക്കും ഭൂമികാരകനാണ്, എങ്കിൽ പോലും നെഗറ്റീവ് ഗ്രഹമാണ്. ആക്സിഡൻറ്റ്, അതുപോലെ വഴക്ക്, പ്രശ്നങ്ങൾ, മേലുദ്യോഗസ്ഥരുടെ അതൃപ്തി ഒക്കെ ഉണ്ടാക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഒരാളിനോട് സംസാരിക്കുമ്പം തന്നെ സൂക്ഷിച്ച് കണ്ട് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ പറയണതായിരിക്കില്ല അവരെടുക്കുന്നത്. അതൃപ്തി ഉണ്ടാക്കും, പലതരത്തിൽ വൈഷമ്യം ഉണ്ടാക്കാൻ വേണ്ടി ഇടവരുത്തും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, മേടമാസത്തിലെ വിശാഖം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ്. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ആക്സിഡൻ്റ് ഉണ്ടാവാം, തീപ്പൊള്ളലേക്കാം, കേസോ വഴക്കോ പ്രശ്നങ്ങൾക്ക് ഇടവരാം, സർജറിക്ക് വിധേയമാവാം, അല്ലാതെ മുറിവ് ചതവുകൾ ഉണ്ടാവാം. ഇതൊക്കെ വരാനിടയുള്ള ഒരു വർഷമാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ച് പോവേണ്ട ഒരു വർഷമാണ് നിങ്ങളുടേത്. അപ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് പ്രായച്ചിത് ഒരു വർഷത്തെ പലത്, ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കണ്ട, ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കാം. ഒരു വർഷമൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ദോഷഭാവം എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചൊവ്വയുടെ ദേവത എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്, മുരുകനാണ്. മുരുകക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തണം. അതേപോലെ തന്നെ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തുക. അതിന് ഒപ്പം തന്നെ ശ്രീ മുരുക യന്ത്രം, സുബ്രഹ്മണ്യ യന്ത്രം, അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി, അസുഖമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ഒരു പ്രൊട്ടക്ഷനായിട്ട് ധരിച്ചോളുക. അപ്പോൾ നമുക്ക് അപകടങ്ങളോ അസുഖങ്ങളോ മറ്റ് വലിയ വിപത്തുകൾ വരാതെ ധന്വന്തരി മൂർത്തി നമ്മളെ ആരോഗ്യത്തെ സംരക്ഷിക്കും. ചൊവ്വ സുബ്രഹ്മണ്യ സ്വാമി നമുക്ക് വളരെ സംരക്ഷണമേകുകയും ചെയ്യും. അത് കെട്ടിയിട്ടുകൊണ്ട് ഓരോ കാര്യത്തിന് പോവുക. ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. അതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി പോകണം. പ്രത്യേകിച്ച് രാവുകാല സമയം നോക്കി യാത്രയ്ക്ക് തുനിയണം. രാവുകാല സമയം ഇന്ന് വരുന്നത് തന്നെ ശരിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്. 3 മണി തൊട്ട് 4:30 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3:28 രാവുകാലം തുടങ്ങുകയുള്ളൂ. 5 മണി 1 മിനിറ്റ് വരെ രാവുകാല സമയം. ഈ സമയം ഒന്നാമത് ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് പറഞ്ഞതെങ്കിലും ആ സമയത്ത് യാത്ര തുടങ്ങുകയാണെങ്കിൽ സൂക്ഷിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത 2 സമയമാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം പറഞ്ഞത് 12:21 തൊട്ട് 1 മണി 54 മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം പറയുന്നത് 9:14 തൊട്ട് 10:48 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നത്തെ ദിവസവും അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ചില കാര്യങ്ങൾ ചില ദിവസങ്ങളിൽ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരും. അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കണം. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നത് 11:57 തൊട്ട് 12:45 വരെയാണ്. ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അപ്പോൾ
അഭിജിത്ത് മുഹൂർത്തം എത്ര കൊള്ളാത്ത സമയത്ത്, ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ലാത്ത ദിവസം പോലും ഈ സമയം 48 മിനിറ്റ് നമുക്ക് എന്ത് കാര്യത്തിനും എടുക്കാം. അപ്പോൾ കൊള്ളാത്ത സമയമല്ല, ഈ കൊള്ളാത്ത ദിവസം ഏറ്റവും കൊള്ളാവുന്നുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അതിൽ 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ഉപയോഗിക്കാം. ഒരു സംരക്ഷണ വലയം നിൽക്കുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. 28ാമത്തെ നക്ഷത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, 27 നാളിലുമായിട്ട് വീതിച്ചു കൊടുത്ത ഒരു ഭാഗമാണ് ഈ 44 മിനിറ്റ് നേരം. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളർ മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ചുവന്ന വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരും, ഐശ്വര്യപ്രദമായ അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.